ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നോമ്പ് കാലത്തെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവരും പലതരത്തിലുള്ള നോമ്പുകളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇറച്ചിക്കും മീനിനും മുട്ടയ്ക്കും നോമ്പെടുത്തവരുണ്ടായിരിക്കാം. അതുമില്ലെങ്കിൽ നമ്മുടെ ചില കുറവുകളെ മാറ്റണമെന്ന് ആഗ്രഹിച്ച് നോമ്പുകൾ എടുത്തിട്ടുള്ളവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പുതിയ കാലത്തെ ട്രെൻഡ് പോലെ സോഷ്യൽ മീഡിയയ്ക്ക് നോമ്പുകൾ എടുത്തിട്ടുള്ളവരുണ്ടായിരിക്കാം. എങ്ങനെയായാലും ഈ 50 ദിവസം നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതല്ല, ഈ 50 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് നമ്മുടെ നോമ്പിൻ്റെ വിജയം ഇരിക്കുന്നത്. നമ്മുടെ നോമ്പിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നതാണ് നമ്മുടെ വിജയം. ഈശോ 40 ദിവസം മരുഭൂമിയിൽ ഉപവസിക്കുന്നുണ്ട്. ആ ഉപവാസത്തിന് ശേഷമാണ് ഈശോയെ പ്രലോഭനം തേടി വരുന്നത്. ആ ഉപവാസത്തിലൂടെ ലഭിച്ച ആത്മീയ ചൈതന്യത്തിൽ, ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഈശോ പ്രലോഭനങ്ങളെയൊക്കെ നേരിടുന്നുണ്ട്. അതുപോലെ നോമ്പിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ചില മരുഭൂമി അനുഭവങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ ഈ നോമ്പിൽ നിന്ന് ലഭിച്ച ആത്മീയ ചൈതന്യത്താൽ, പരിശുദ്ധാത്മാവിനാൽ നേരിടാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. തിരുസഭ മാതാവ് നമ്മൾക്കിന്ന് ചിന്തിക്കാനായിട്ട് തന്നിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. നോമ്പിൽ അനുതാപത്തിലൂടെ ഈശോയിലേക്ക് കടന്നു വന്ന ഓരോരുത്തരും എങ്ങനെ കർത്താവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴപ്പെടണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഈശോ അതിന് പറയുന്നത്. ഒന്നാമത്തത് പ്രാർത്ഥന, രണ്ടാമത്തത് ഉപവാസം, മൂന്നാമത്തത് ദാനധർമ്മം. സാമൂൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം എങ്ങനെയാണ്? മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഈ വചനത്തെ അടിസ്ഥാനമിട്ടുകൊണ്ടാണ് ഈശോ സംസാരിക്കുന്നത്. ദൈവം നോക്കുന്നത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മൾ ആത്മീയമായിട്ടുള്ള ഓരോ ഭക്തികൃത്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈശോ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവല്ലാതെ മറ്റാരും അത് അറിയാതിരിക്കേണ്ടതിന് മുറിയിൽ കയറി കതകടച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങൾ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവരത് മനസ്സിലാക്കാതിരിക്കേണ്ടതിന് മുഖം കഴുകുകയും മൂടി ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾ സത്കൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഇടതുകൈ ചെയ്യുന്നത് വലതുകൈ അറിയാത്ത വിധത്തിൽ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ചുരുക്കം ഇതാണ്, ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവം എന്താണ്? ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യനാകണം എന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ ചുങ്കക്കാരനും ഫരിസേയനും പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. ഫരിസേയൻ കർത്താവിനോട് പറയും, പ്രാർത്ഥനയായിട്ടാണ് പറയുന്നത്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയോ വേശ്യകളായ സ്ത്രീകളെ പോലെയോ അല്ലെങ്കിൽ പാപികളെ പോലെയൊന്നുമല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കാറുണ്ട്. എനിക്ക് കിട്ടുന്ന എല്ലാത്തിൻ്റെയും ദശാംശം ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ആ വചനഭാഗം അവസാനിക്കുമ്പോൾ കർത്താവ് പറയും, ആ ചുങ്കക്കാരനാണ് ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങിയത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം തിരുവചനം എങ്ങനെയാണ്? അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈ വചനഭാഗം അനുസരിച്ച് നോക്കിയാൽ ഈ ഞാനാണ് ഫരിസേയനെ പറ്റിയ തെറ്റ്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ 2 പ്രാവശ്യം ഉപവസിക്കാറുണ്ട്, ഞാൻ കിട്ടുന്ന എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കാറുണ്ട്. ഈ ഞാൻ എപ്പോഴും മുഴച്ചു നിൽക്കുകയാണ് ഫരിസേയൻ്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഞാൻ മുഴച്ചു നിൽക്കുവാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകരനായിട്ട് മാറുകയില്ല. ഞാൻ കുറയണം. അതാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അവൻ ആരാണ്? അവൻ ഈശോയാണ്. എന്നിൽ ഈശോ വളർന്ന് എന്നിലെ ഞാൻ കുറയണം. ഞാൻ മൈനർ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഒരച്ഛൻ പങ്കുവെച്ച ചിന്ത ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? കൊലുസ് നിന്റെ കാലിലാണെങ്കിലും കിലുക്കം എൻ്റെ നെഞ്ചിലാണല്ലോ. കൊലുസ് നിന്റെ കാലിലാണെങ്കിലും കിലുക്കം എൻ്റെ നെഞ്ചിലാണല്ലോ. പറഞ്ഞു വരുന്നത് വിധവയുടെ കാണിക്കയെ പറ്റിയാണ്. ഒരുപാട് പേര് വലിയ തുകകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ ഹൃദയത്തെ ഉണർത്താനായിട്ട് അതൊന്നും പര്യാപ്തമായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ദരിദ്രയായ ഈ വിധവയാകട്ടെ 2 ചെമ്പ് തുട്ടുകൾ ഭണ്ഡാരത്തിലിടുമ്പോൾ അതിൻ്റെ കിലുക്കം കർത്താവിൻ്റെ നെഞ്ചിലായിരുന്നു. കൊലുസ് നിന്റെ കാലിലാണെങ്കിലും കിലുക്കം എൻ്റെ നെഞ്ചിലാന്ന് പറയുന്നത് പോലെ 2 ചെമ്പ് തൊട്ടുകൾ കർത്താവിൻ്റെ ഹൃദയത്തെ ഉണർത്തി എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഉപവാസത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തെ ഉണർത്താനായിട്ട് അതിന് സാധിക്കും. അടുത്ത ചിന്ത തോബിത്തിനെ കുറിച്ചാണ്. ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും 3ഉം ഒരുപോലെ കൊണ്ടുപോയ ആളായിരുന്നു തോബിത്ത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളായിരുന്നു. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെയാണ്: അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. തോബിത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൃദയം അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നിസ്വാർത്ഥമായിട്ട് നന്മകൾ ചെയ്യുമ്പോൾ അത് കർത്താവിൻ്റെ ഹൃദയത്തെ ഉണർത്തും എന്നുള്ളതാണ്.
കർത്താവിൻ്റെ ചെവിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്തുമെന്നുള്ളതാണ്. ദൈവം ഒരു കിണറാണ്. ഈ കിണറിൽ കൃപയുണ്ട്. വെള്ളമുള്ളതുപോലെ, കിണറുകളിൽ വെള്ളമുള്ളതുപോലെ ദൈവമാകുന്ന കിണറിൽ കൃപയുണ്ട്. ഇത് തന്നെ മുകളിലേക്ക് വരില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോരിയെടുക്കണം. അങ്ങനെ കോരിയെടുക്കാനുള്ള കപ്പിയും ബക്കറ്റും ഒക്കെ പോലെയാണ്, കയറൊക്കെ പോലെയാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ചിന്തകൾ ചുരുക്കുവാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ദൈവത്തിലേക്കായിരിക്കട്ടെ. ഉപവസിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തോടു കൂടെ ആയിരിക്കട്ടെ. സത്കൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ മറ്റുള്ളവരിലേക്കല്ല ദൈവത്തിലേക്ക് തുറന്നിരിക്കട്ടെ. ആമേൻ.